നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടൊരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 34 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇറക്കം 40 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 40 ആകുമ്പോൾ ഒരു 2 ഇഞ്ച് കൂടുതൽ ഇടണം. തയ്യൽത്തുമ്പ് പോകത്തക്ക രീതി 2 ഇഞ്ച് 42 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി മണ്ടയ്ക്ക് ഷോൾഡർ കൂട്ടി ഒരു 6.5 മതി. 6.5 നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി ഇതിന് നെക്ക് ഒരു 2.5 ഇഞ്ച് അകലം മതി. 2.5 അടയാളപ്പെടുത്തി നെക്കിന് താഴോട്ടുള്ള ഇറക്കം 6 ഇഞ്ച് മതി. അത് നമ്മൾ താഴെ 2.5 ഇഞ്ച് പെട്ടെന്ന് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ ഇത് ഒരു കുറച്ച് ഭാഗം സ്ക്വയറും ഇത് സ്ക്വയറായിട്ട് നമ്മൾ ആദ്യം വരയ്ക്കണം. സ്ക്വയറായിട്ട് നമ്മൾ വരച്ചിട്ട് ഈ താഴത്തെ ഭാഗം മാത്രം നമ്മൾ ഇങ്ങനെ ചെരിച്ചെന്ന് വരച്ചാൽ മതി. വരച്ചിട്ട് ഇവിടുന്ന് കൈക്കൂലി നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 6.5 ആണല്ലോ. അപ്പം നമ്മൾ ഈ ഭാഗത്തുനിന്നും 6.5 അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയിട്ട് നമ്മളൊരു 5.5 ഇഞ്ച് തന്നെ താഴോട്ട് നമ്മൾ കൈക്കൂലി വരയ്ക്കുക. മുപ്പത്തിനാല് ഇഞ്ച് വണ്ണമായിട്ട് അതിന് 4 + 2 നമ്മൾ അളവിൻ്റെ ലൂസ് ഇടുന്നത്. അപ്പം 17 8 2 10.5 നമ്മളൊരു 11 ഇട്ട് വരയ്ക്കുവാണ്. ഇനിയിപ്പോൾ ഇച്ചിരി കുറവ് വന്നാലും അപ്പം ഇടവണ്ണം നമ്മളെടുക്കുന്നത് ഒരു 13 ഇഞ്ച് താഴ്ചയാണ് നമ്മൾ ഇടവണ്ണം എടുക്കുന്നത്. അപ്പോൾ ഇടവണ്ണം ഇതിന് 28 ആണ്. അപ്പോൾ 14 7 2 9 ഒരു 1/2 ഇഞ്ച് കൂടി ഇട്ടേക്കാം. നമ്മൾ 9.5 ഇട്ടേക്കുന്നത്. പിന്നെ ഇതിന് സ്ലിറ്റ് ഒരു 18 മതി. അപ്പോൾ ബട്ടക്സിൻ്റെ അവിടുത്തെ വണ്ണം 34ആണ്. അപ്പോൾ 17 8 + 10 8 2 10 ഒരു 11 ഇട്ടേക്കുക. നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഷേപ്പിൽ ഒറ്റ വര വരച്ച് ഫ്ലെയർ ഒരു 22 വേണം. അപ്പം നമ്മളൊരു 12 1 13 ഇട്ട് വരച്ചേക്കാം. അപ്പോൾ സൈഡ് നമ്മൾ അടിച്ചു പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇച്ചിരി ലൂസ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ നേരെ ഒരു വര ഇങ്ങനെ വരച്ചിട്ട് നമ്മളിനി കൈക്കുഴിയുടെ ഒരു ശർക്കര ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് ചെയ്തിട്ട് വേണം കൈക്കുഴി വരയ്ക്കാനായിട്ട്. ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ ഒന്ന് വരച്ചാൽ മതി. താഴോട്ട് വരുമ്പോൾ ഇച്ചിരി ഇറക്കി ഇങ്ങനെ ഒന്ന് വരയ്ക്കണം കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇത് നമ്മളിനി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ഫ്രണ്ട് പീസ് മാത്രമാണ്. അടിയിലത്ത് നമ്മളപ്പോൾ ഇങ്ങനെ അകത്ത് നമുക്ക് മാറ്റണം. അല്ലെ അതുകൂടെ അങ്ങ് വെട്ടിപ്പോവും. വെട്ടുന്ന സമയത്ത് ഒട്ടും കയറിയൊന്നും പോലെ നമ്മൾ വരയ്ക്കുന്ന വരക്കൂടെ തന്നെ വേണം നമുക്കിത് വെട്ടാനായിട്ട്. അങ്ങനെ വെട്ടിയാലേ ഇത് ശരിയാവത്തുള്ളൂ. ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യും. നമ്മളിതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും എൻ്റെ നെക്ക് കണ്ടോ. ഇത് ഫ്രണ്ട് ഇങ്ങനെ വരും. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇത് തയ്ക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.